ഹലോ ഗായ്സ്, ഇന്നൊരു സൺഡേ ദിവസം കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വന്നാലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തീരുമാനിച്ച ഒരു കടപ്പുറം ട്രിപ്പ്. വല്യമ്മേൻ്റെ കൂടെ കേട്ടോ പോകുന്നത്. വല്യമ്മേൻ്റെ അച്ഛനെയും അതുപോലെ അമ്മേനെയും ഒന്ന് കടപ്പുറത്ത് നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ വീട്ടിലൊക്കെ പോയിട്ടാട്ടോ പോവുക. അവരുടെ വീട്ടിൻ്റെ തൊടിയൊക്കെ നല്ല ഭംഗിയില്ല, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. നമ്മൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി. കസിൻസൊക്കെ ഉണ്ട് കേട്ടോ, ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്, അനിയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ജസ്റ്റ് ആ പറമ്പൊക്കെ ഒന്ന് കറങ്ങിയിട്ടാട്ടോ കടപ്പുറത്തേക്ക് പോകുന്നത്. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ അനിയൻ അവിടുത്തെ മണ്ണ് കണ്ടപ്പോൾ വീടുണ്ടാക്കണമെന്നായി. അവനവിടെ മേൽക്കൂരിയും കാര്യം നിന്നൊക്കെ തട്ടിങ്ങാണ്ട് വീടുണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴത്തേനും ഫുള്ളാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോഴത്തേനും ഞങ്ങൾക്ക് പോരാൻ ടൈമായി. അതുകൊണ്ട് തിരിച്ച് വന്നിട്ട് ആക്കാമെന്ന് പറഞ്ഞാണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ നമ്മൾ കടപ്പുറത്തേക്ക് വീണ്ടും യാത്രയായി. നമ്മൾ പോകുന്നത് മലപ്പുറത്ത് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കടപ്പുറത്തേക്ക് കേട്ടോ. മറ്റേ പടിഞ്ഞാറക്കര ബീച്ചില്ലേ, അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി ജസ്റ്റ് അവിടെ ഇറങ്ങി കുറച്ച് ഒന്ന് കണ്ടു. പിന്നെ ഞങ്ങൾ കടപ്പുറത്തിൻ്റെ അങ്ങോട്ടേക്ക് നടന്നത് കേട്ടോ. പോകുന്നത് എൻ്റെ ഫാമിലി കേട്ടോ പോകുന്നതൊക്കെ. അവരെന്നെ ബാക്കിലാക്കിയാണ് മുമ്പിൽ പോവുകയാണ്. നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ ബാക്കിലായാലും വരും. അങ്ങനെ നമ്മൾ കടപ്പുറത്തേക്ക് ഏകദേശം എത്തി. നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാരണം മരങ്ങളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ രസമല്ലേ. അപ്പോൾ അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കടപ്പുറത്തേക്കൊക്കെ ഇറങ്ങി അവിടെ കുറേ വെള്ളത്തിലൊക്കെ കളിച്ചു. വെള്ളം കണ്ടാൽ പിന്നെ എല്ലാവരും എങ്ങനെയാണ് അതേപോലെ തന്നെ ഞങ്ങളും. അവിടുന്ന് തിരിച്ച് കയറാൻ തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നെ അവിടെ കുറേ പാർക്കും ഇതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അവിടുന്ന് പോരുന്ന കാര്യം പിന്നെ പറയേ വേണ്ടിയില്ല. പിന്നെ അനിയനൊക്കെ എന്ന് വെച്ചാൽ ഈ പാർക്കൊക്കെ ആണല്ലോ കളിക്കാനുള്ളത്, എല്ലാവർക്കും ഒരേപോലെ തന്നെയാണല്ലോ. പിന്നെ ഞങ്ങൾ വലുതായെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഏകദേശം ഞങ്ങളും കുട്ടികളെ പോലെ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്കും പിന്നെ അവിടെ നിന്ന് പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കറങ്ങുകയൊക്കെ ചെയ്തിട്ടോ, കാരണം എല്ലാവർക്കും അവിടെ കാണണ്ടേ, വെറുതെ വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ പാർക്കിലൊക്കെ പോയി. പാർക്കിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ റൈഡ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാട്ടോ. അവിടെ കയറണമെന്നൊന്നും ഇല്ലായിരുന്നു, കാരണം അവിടെ കുട്ടികളുടേതല്ലേ, ചിലപ്പോൾ നമ്മളെ കയറ്റില്ലെങ്കിലോ. എന്നിട്ട് തന്നെ ഞങ്ങൾ ചേച്ചി അവിടെ ഒരു ഊഞ്ഞാലടിയപ്പോൾ തന്നെ ഒരു പറഞ്ഞു ഇറങ്ങിക്കോളി, ഇത് കുട്ടികളതാണെന്ന് പറഞ്ഞ്. അങ്ങനെയൊക്കെ ഇറക്കി വിട്ടാലോ. എന്നിട്ട് അനിയൻ അവിടെ അതിൽ കുട്ടികൾ മാത്രമേ കയറുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്തായാലും ഓൻ അവിടെ അടിച്ചു പൊളിച്ചു. ഫസ്റ്റ് ഒന്നും അതെങ്ങനെ കറക്കാന്നൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നത്തേക്ക് അങ്ങനെ കറക്കി ലാസ്റ്റ് ശീലമായി. അതുകൊണ്ട് അത് എക്സ്പേർട്ട് ആയിക്കണേ. ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്ന് എക്സ്പേർട്ടായിട്ടാണ് ഇറങ്ങിയത്. എന്തായാലും ഓൻ്റെ കാര്യം നടന്നല്ലോ. ഇനിയിപ്പോൾ പടിഞ്ഞാറക്കര ബീച്ച് വരെ പോയിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറയണ്ടല്ലോ. അതുകൊണ്ട് ആ മറ്റേ കറങ്ങുന്നൊരു സാധനം ഇല്ലേ, അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതിൽ കയറി തല കറങ്ങി ഇറങ്ങാനാകുമ്പോഴത്തേനും തല കറങ്ങി. ഫസ്റ്റ് ഒന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ചെറിയ സ്പീഡിലാണ് പോയത്. പിന്നെ അങ്ങോട്ട് സ്പീഡ് കൂട്ടി വന്നപ്പോൾ വീഴുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വീണില്ല, ജീവൻ തിരിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ജസ്റ്റ് ഞങ്ങൾ അവിടെ ഇരുന്നു. തല കറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് എന്നിട്ട് പിന്നെ ചുറ്റും ഒന്ന് കണ്ണടിച്ച് എന്നിട്ട് ജസ്റ്റ് സൗന്ദര്യമൊക്കെ നോക്കിയേ. രാവിലെ വന്നതാട്ടോ, അതുകൊണ്ട് ഇട്ട പുട്ടിയൊക്കെ ഏകദേശം ഒലിച്ച് പോയി തുടങ്ങിയിട്ടുണ്ട്. എന്താ ചെയ്യാം, പുട്ടിയൊക്കെ സൂര്യന് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യാം. അതുകൊണ്ട് സൂര്യൻ അതൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകുന്നു, എന്താ ചെയ്യാനും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ജസ്റ്റ് പിന്നെ ഞങ്ങൾ ഏകദേശം കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് വെറുതെ ഒരു ഷോയ്ക്ക് അവിടെ വന്നത് അറിയിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് കേട്ടോ, വേറെ ഒന്നിനുമല്ല. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അനിയൻ ഐസ്ക്രീമൊക്കെ വാങ്ങി. ഓന് മാത്രം മതി പറഞ്ഞത്, അപ്പം നമ്മൾക്ക് വേണ്ട, അത്രേ ഉള്ളൂ. പിന്നെ ഏറ്റവും വലിയ ചെറുതിൻ്റെ അനിയൻ കേട്ടോ, അല്ല ചേച്ചി കേട്ടോ, അതുകൊണ്ട് ഓക്കും വേണമെന്ന് പറഞ്ഞ് ഓളും കഴിച്ച്. പിന്നെ ജസ്റ്റ് അവിടെ പ്രകൃതി രമണീയം ആസ്വദിച്ച് ആ മരത്തിൻ്റെ ചോട്ടിൽ കൂടെയൊക്കെ കുറേ നടന്നു. വെയിലൊക്കെ മാറണ്ടേ, ആ വെയിലും കൊണ്ട് ഇങ്ങനെ നടക്കന്നെ, വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ പടിഞ്ഞാറക്കര ബീച്ച്, അടിപൊളി. ഞങ്ങൾ കുറേ പോകണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഇതുവരെയും പറ്റിയില്ല. ബാക്കി ബീച്ചൊക്കെ ഇങ്ങനെ കറങ്ങും, പക്ഷേ അവിടെ മാത്രം ഇതുവരെയും പോകാൻ പറ്റിയില്ല. അങ്ങനെ ആഗ്രഹം അങ്ങ് സാധിച്ചു. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ പടിഞ്ഞാറക്കര ബീച്ച് കാണാനും പോയി. പിന്നെ അവിടെ നിന്ന് ഏകദേശം ഞങ്ങൾ ഈവനിങ് ആയപ്പോഴാണ് തിരിച്ചത്, കാരണം വലിയച്ഛൻ ജോലിക്ക് പോകുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ടൈം ഏകദേശം ആയി തുടങ്ങിയതുകൊണ്ട് വേഗം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു വലിയച്ഛൻ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് പടിഞ്ഞാറക്കര ബീച്ചിന് വേണ്ടി ലാസ്റ്റ് ടാറ്റയൊക്കെ പറഞ്ഞു. ഞങ്ങളവിടെ മീൻ കൊണ്ടുവരുന്ന മറ്റു ഭാഗങ്ങളൊക്കെ ഇല്ലേ, ബോട്ടിൻ്റെ അവിടേക്കൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചായയൊക്കെ കുടിച്ചു. ചായയും പഴംപൊരിയും അങ്ങനെ പൊരിക്കടികളൊക്കെ ഇല്ലേ. ഞങ്ങൾ പഴമയിലേക്ക് എത്തിയതാണ്.
ഒരു കുഞ്ഞ് തട്ടുകടയിലൊക്കെ പോയി അവിടെ നിന്ന് ചായയും കടിയൊക്കെ കഴിച്ചു വന്നിട്ടുണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത്. എന്താ പറയുക, സൂപ്പർ കടിയും ചായയൊക്കെ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എന്നിട്ട് പിന്നെ വല്യമ്മേൻ്റെ അച്ഛനെയും വല്യമ്മേൻ്റെ അമ്മേനെയും അവരെ വീട്ടിൽ കൊണ്ടാക്കി നമ്മൾ തിരിച്ചു പോന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.